കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവമക്കളെ, ദൈവം തരുന്ന നല്ല സമയങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മളുടെ ജീവിതത്തിൽ ദൈവം നല്ലവനും വല്ലഭനും വാക്കുമാറാത്ത നല്ല ദൈവവുമായി കൂടെ ഇരുന്ന് നമ്മളെ ഓരോ ദിവസവും ഓരോ നിമിഷവും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ പരാജയപ്പെടാതെ, നമ്മൾ നിരാശപ്പെടാതെ ദൈവകൃപയിൽ തന്നെ ജീവിപ്പാൻ ദൈവം നമുക്ക് തരുന്ന എല്ലാ കഴിവുകൾക്കായും എല്ലാ കൃപകൾക്കായും നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചില ചിന്തകൾ ദൈവ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനാധാരമായി ഒരു വേദഭാഗം ധ്യാനിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് ന്യായാധിപന്മാർ 21-ാം അധ്യായം അവസാന വാക്യത്തിൽ കാണുന്ന വിവരണം യോശുവയുടെ കാലം മുതൽ ശൗലിന്റെ കാലം വരെയുള്ള ഇസ്രായേൽ ചരിത്രത്തിന്റെ ശരിയായ ചിത്രീകരണമായി നമുക്ക് കരുതാവുന്നതാണ്. മോശയുടെ കാലം കഴിഞ്ഞ് ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് കനാന്യരുമായി മമത പുലർത്തിയതിന്റെ ഫലമായി പല ദുരാചാരങ്ങൾ അവരുടെ ഇടയിൽ കടന്നുകൂടി. യായേലിന്റെ വിശ്വാസവഞ്ചന, നരബലി ചെയ്യുന്നതിനുള്ള യെഫ്തായുടെ സന്നദ്ധത, ശത്രുക്കളോട് ന്യായാധിപന്മാർ കാണിച്ച ക്രൂരത, യഹോവയെ യുദ്ധവീരനായി സങ്കല്പിച്ച് തന്റെ നാമത്തിൽ അനുഷ്ഠിച്ചു വന്ന ഭയങ്കര കൃത്യങ്ങൾ, ഇവയെല്ലാം ഈ പുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യഹൂദ ജാതിയുടെ ധാർമ്മിക അഭ്യാസനത്തിന്റെ ഒരു ഘട്ടമായി മാത്രം ഇതിനെ കരുതി ദൈവത്തിന്റെ ദീർഘക്ഷമയെ സ്തോത്രപൂർവം സ്മരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. തന്റെ ജനത്തെ മിദ്യാന്യരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി യഹോവ ഗിദെയോനെ ഉപയോഗിക്കുന്നു. ദൈവാശ്രയത്തോടെ ഗിദെയോൻ അത് ഭംഗിയായി നിറവേറ്റുന്നു. ഗിദെയോനിൽ ക്രിസ്തീയ തോതനുസരിച്ച് പല സ്വഭാവ വൈകല്യങ്ങളും ഉണ്ടെങ്കിലും തനിക്ക് ലഭിച്ച വെളിച്ചമനുസരിച്ച് നടന്ന ഒരുവനായി ഗിദെയോനെ ഗണിക്കേണ്ടതാണ്. ഗിദെയോൻ തന്റെ ജാതിയുടെ ചരിത്രത്തിൽ ദൈവശക്തിയുടെ പ്രഭാവം കണ്ട് ബോധ്യപ്പെട്ടിരുന്ന ഒരുവനാണ് എന്ന് 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിന്റെ നായകനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതയായി ദൈവം ഗണിച്ചത് ഇതാണ്. ആദ്യന്തം അന്ധകാരമയമായ സ്ഥിതിഗതികളെ അഭിമുഖീകരിക്കുമ്പോഴും ചരിത്രത്തിൽ പ്രത്യക്ഷമായിരിക്കുന്ന ദൈവത്തിന്റെ അങ്കുലീ നിർദ്ദേശത്തെ നാം മറന്നുകളയരുത്. യഹോവയുടെ നാമത്തിൽ ജനത്തിനു വേണ്ടി ശുശ്രൂഷ നിവർത്തിക്കുന്നതിനു മുൻപായി സ്വന്തം ജീവിതത്തെയും കുടുംബത്തെയും ഗിദെയോൻ നിർമ്മലീകരിച്ചു. നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ ഇടിച്ചു കളയാം. 6-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നു. സംഖ്യാബലത്തിൽ ആശ്രയിക്കാതെ യഹോവയുടെ ആലോചന മാത്രം നിരന്തരം അനുസരിച്ച് പ്രവർത്തിച്ചത് മൂലമാണ് മിദ്യാന്യരുടെ മേൽ ഗിദെയോൻ വിജയം വരിച്ചത് എന്ന് 7-ാം അധ്യായം 2-ാം വാക്യം, 4-ാം വാക്യം, 9-ാം വാക്യം എന്നീ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ദൈവമക്കളുടെയും ദൈവിക ശുശ്രൂഷകരുടെയും ധൈര്യം ദൈവകൽപ്പന അനുസരിക്കുന്നതിൽ നിന്ന് ഉളവാകുന്നതത്രേ. അനുസരണം ധൈര്യം വിജയത്തെയും പ്രദാനം ചെയ്യും. ഗിദെയോൻ ഒരു ബലശാലിയായിരുന്നു. സ്വരാജ്യ പ്രണയിയും സ്വജാതിയെപ്പറ്റി അഭിമാനമുള്ളവനും ആയിരുന്നു. ഈ സ്വാഭാവിക ലക്ഷണങ്ങൾ ദൈവനിയോഗപ്രകാരം സ്വജാതിയുടെ രക്ഷയ്ക്കായി വിനിയോഗിക്കുന്നതിന് അവൻ മടിച്ചില്ല. തന്മൂലം അവൻ ഇസ്രായേലിന്റെ രക്ഷകന്മാരിൽ ഒരുവനായി തീർന്നു. എന്റെ സ്വജാതി സ്നേഹം ഞാൻ ദൈവം മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കും ദൈവത്തെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ ദൈവം തരുന്ന കൃപകൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഗിദെയോനെ പോലെ ഞങ്ങളെയും അവിടുന്ന് ശക്തരാക്കണമേ, ബലശാലികളാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുക്കരങ്ങൾ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.